ഹലോ ഗായ്സ്, സാധാ ഗെയിംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലെ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നാപ്പിലൊരു ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഒരുപാട് പേരും ഇത് ഷെയർ ചെയ്യുന്ന സംഭവം രണ്ടാമത് ആഡ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് നമ്മളിപ്പോൾ ഒരു സ്നാപ്പ് എടുത്തിട്ട് നമ്മളിപ്പം ഞാനൊരു ഒരു സാധാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സെൻഡ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റോറി രണ്ടും ആഡ് ചെയ്തിട്ട് ഓരോരുത്തരെ ഇങ്ങനെ സെലക്ട് ചെയ്താണ് ഇതിലാറ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ കോൺടാക്റ്റുള്ള എല്ലാവരെയും സ്നാപ്പ് സ്കോർ കൂടാൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് ഇങ്ങനെ സ്റ്റോറി ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളത് രണ്ട് ഇമോജിയായിട്ട് നമ്മളെ നമ്മളെ ഇതിലെ സ്നാപ്പിലെ കോൺടാക്റ്റിലുള്ള എല്ലാവരെയും സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ സെലക്ട് ആൾ കൊടുത്ത് ഒരേ സമയം ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് സ്നാപ്പ് ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ സ്നാപ്സ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്നാപ്പ് സ്കോർ കൂടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാതെ ഒരുപാട് പേര് സേവ് ചെയ്തിട്ട് ഓരോരുത്തരിങ്ങനെ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്താണ് എടുക്കുന്നത്. അത് ഭയങ്കര പാടാണ് ഓരോരുത്തർക്ക് ഇപ്പോഴും അറിയത്തില്ല. അറിയാത്തവർ കാണും, അറിയാവുന്നവരും കാണും. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയാണിത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ കോൺടാക്റ്റുള്ള നമ്മളാദ്യം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. ചിലർക്ക് ആദ്യമേ വരും, ഇല്ലാത്തവർ ഇങ്ങനെ താഴോട്ട് റീഫ്രഷ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ കാണും. ആ പ്ലസ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എനിക്കിപ്പോൾ 2 കോൺടാക്റ്റ് ഓൾറെഡി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ന്യൂ എടുത്തിട്ട് നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഇമോജി കൊടുത്ത് അത് സേവ് ആക്കുക. എന്നിട്ട് ആ സേവിൽ നമുക്ക് ഏതൊക്കെ കോൺടാക്റ്റുകൾ വേണോ അവരെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവരെ കൊടുത്ത് സേവ് ചെയ്യുമ്പം ഇവരെല്ലാം നമ്മളെ കോൺടാക്റ്റ് ലിസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കും. കണ്ടോ, ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്താണിത്, മൂന്നാമത്തായിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു പുതിയതായിട്ട് സ്നാപ്പ് അതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മളിങ്ങനെ ഓരോരുത്തരെ എടുത്ത് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ടിക്ക് ചെയ്തെടുക്കണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 10,000 പേർക്ക് ഒരേ സമയം ഷെയർ ചെയ്യണമെങ്കിൽ ഇനി ഒരു 5-10 ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ ആ സെലക്ട് ആൾ കൊടുത്ത് നമ്മളിപ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്ത് അത്രയും പേര് ഇത്രയും പേരാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അവർക്ക് അത്രയും പേർക്ക് ഒരേ സമയം കൊടുക്കാൻ പറ്റും. സെൻഡ് ചെയ്ത് സ്നാപ്പ് അങ്ങ് കൊടുത്താൽ മാത്രം മതി. അപ്പം എളുപ്പമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എനിക്ക് പറയണമെന്നൊന്നും ഒരുപാട് പേർക്ക് അറിയാത്തതുകൊണ്ടാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. വല്ല സെലക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ചാനൽ സബ് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നവർ മാത്രമല്ല എല്ലാവരും സബ് ചെയ്യുക. അപ്പം താങ്ക്സ്. അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.